അങ്ങനെ 1 വീക്ക് കടന്നു പോകുന്നു. നോയലിന് ഇവയുള്ള ബിഹേവിയറിൽ ഒരു മാറ്റം വരുന്നില്ല. അതേസമയം ഇവയ്ക്ക് ആയുഷും ക്രിസ്റ്റിയുമായിട്ട് നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഹലോ ചേച്ചി. ആ, ഇതാര്? കെസിയോ? പിന്നെ ഞാനല്ല ഈ സമയത്ത് ഇവിടെ ആര് വരാൻ? ഓ സോറി, ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. അകത്തേക്ക് കയറുവാ. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു ഈ വീക്സ്? ഞങ്ങളുടെ നോളജനെ വളച്ചെടുക്കാൻ സാധിച്ചോ? എൻ്റെ മോള് കൂടെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ബോറൊന്നും തോന്നിയില്ല. പിന്നെ നോയൽ സാറ്, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ ചെയ്ത തെറ്റ് ക്ഷമിച്ച് എൻ്റെ മോളെ സ്നേഹിക്കുള്ള അവസരം തന്നത് തന്നെ വലിയ ഉപകാരം. അതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട. 1 വീക്സ് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി എന്തോരം ഡേയ്സ് ആൻഡ് വീക്സ് കിടക്കുന്നു. അർഹിക്കാത്തത് ഒരിക്കലും ആഗ്രഹിക്കരുതെന്നാണ് ചൊല്ല്. അതിനോട് ആരെ അർഹിക്കാതെ ആഗ്രഹിച്ചു? ചേച്ചി നായരച്ചൻ്റെ വൈഫ്. സോ ചേച്ചിക്ക് ചേച്ചനെ സ്നേഹിക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. അയ്യോ, എനിക്ക് അങ്ങനെ ഒരു റൈറ്റ്സ് വേണ്ടായേ. ഞാൻ ഇതുപോലെ എൻ്റെ മോളുടെ കാര്യം നോക്കി ജീവിച്ചോളാം. ചേച്ചി നോക്കിക്കോ, 2 വർഷം കഴിയുമ്പോൾ ഈ പറയുന്ന ചേച്ചി തന്നെ നോളജിന് 2ാമത്തെ കൊച്ചിനെ പ്രഗ്നൻ്റ് ആയിട്ട് ഞങ്ങളുടെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഇത് കെസിയുടെ വാക്കാ. നിങ്ങൾ ആര് പ്രഗ്നൻ്റ് ആയ കാര്യം പറയുന്നേ? അതോ, അത് ഇവ ചേച്ചി നോളജിന്റെ 2ാമത്തെ കൊച്ചിനെ പ്രഗ്നൻ്റ് ആവുന്ന കാര്യം പറയുമായിരുന്നു ഞങ്ങള്. ഇതൊക്കെ എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓ, ഇപ്പോഴില്ല ചേയ, 2 വർഷം കഴിയുമ്പോ. കെസി നിർത്ത്, നീ എന്തൊക്കെയാ പറയുന്നേ? എല്ലാരും എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? ഇത് കോമൺ അല്ലേ? എന്താണല്ലേ ചേയ, 2 ഇയേഴ്സ് കഴിയുമ്പോ നോറയ്ക്ക് കൂട്ടായിട്ടൊരു ജൂനിയർ നോയില തരില്ല ഞങ്ങൾക്ക്. നിന്റെ തന്തയുടെ വെറുതെ ഇരിക്കുവല്ലേ, അയാളോട് പറ ഉണ്ടാക്കി തരാൻ. എന്തിനാ കെസി നീ അങ്ങനെയൊക്കെ പറയാൻ പോയേ? സാറിന് നല്ല ദേഷ്യം വന്നിട്ടുണ്ട്, അതാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയേ. ഇതൊക്കെ ഒരു രസമല്ല ചേച്ചി. പിന്നെ ഭയങ്കര രസമാ. ഈ രസം മാറി സാമ്പാറാകാതിരുന്നാ മതി. എന്താ ചേച്ചി ഉദ്ദേശിച്ചേ? ഒന്നുമില്ല എൻ്റെ മുത്തേ. എന്താടാ, ചിക്കൻ കിട്ടിയില്ലേ? അതൊക്കെ കിട്ടിയടാ, ബട്ട് ബീഫ് കിട്ടില്ല. ഞാൻ കുറേ കട കയറി ചോദിച്ചു, അവിടെ ഒന്നും ബീഫ് സ്റ്റോക്കില്ലായിരുന്നു. പിന്നെ ചിക്കനും കൊണ്ട് ഇങ്ങ് പോന്നു. ഓ, അതൊന്നും കുഴപ്പമില്ല, ചിക്കൻ കിട്ടിയില്ലേ, അത് മതി. എത്തിയോ? നിങ്ങൾ പോയിട്ട് എത്ര നേരമായി? നിങ്ങളായിരുന്നു അവിടെ ചിക്കൻ വിട്ടുകൊണ്ടിരുന്നത്? അതെടി, ഞാനായിരുന്നു ചിക്കൻ വിട്ടുകൊണ്ടിരുന്നത്. എന്താ, അമ്മയ്ക്കടെ കൂടെ വരണമായിരുന്നോ? അല്ല പിന്നെ മോൾക്കൂടെ ഞെളിഞ്ഞിരുന്ന് പറഞ്ഞാൽ മതി. ഞാൻ അവിടെ കിടന്ന് തിണ്ടി നടന്നുകൊണ്ടിരുന്നത്. ഒരു ബീഫ് തപ്പി എന്തോരം കട കയറുന്നറിയോ? അത് നിനക്കറിയണ്ടല്ലോ, നിനക്കൂടെ ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നിട്ട് ബീഫ് എവിടെ? ഇത് ചിക്കൻ മാത്രമല്ലല്ലോ. അതെങ്ങനെ? നീ എന്നെ ഇവിടെ നിന്ന് പ്രാകുമല്ലേ, പിന്നെ എങ്ങനെ കിട്ടാനാ? ഇനി ഇതിനോട് എന്നെ മണ്ടയിലിട്ട്. ഓ, 2 നിർത്തുന്നുണ്ടോ? എൻ്റെ ഇവ, നീ ഇവിടെ നടക്കുന്നതൊന്നും കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഇവര് ചേട്ടനായിട്ട് തമ്മിലുള്ള പ്രശ്നത്തില് നമ്മളെന്തിനാ ഇടപെടുന്നേ? ചേട്ടനോ? ഞാനോ? അനിയത്തിയോ? ഞാനോ? കുറച്ച് കഴിയുമ്പോഴേ ഈ അടിയിടുന്ന 2 പേരും ഒന്നാകും. ഇടപെടുന്ന നമ്മൾ പുറത്തഴുകയും ചെയ്യും. അതിലും നല്ലത് അവരായിട്ടുള്ളത് അവരെ തന്നെ തീർക്കുന്നത്. ശരി ഇവ, നീ പറഞ്ഞതൊരു പോയിന്റാണ്. അല്ല, ഇവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചാൽ മതിയോ? ചിക്കൻ പൊരിക്കണ്ടേ? വേണം വേണം, ഞാൻ തന്നെ ജോലി ചെയ്യാൻ പോവാ. ചിക്കൻ ഇങ്ങതാ, ഞാൻ പോയി ക്ലീൻ ആക്കാം. ഞാൻ വെളിയിൽ പോയിട്ട് ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്യാം. ഇവ, നീ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കണേ. അതെ, വലിയ സ്ലൈസ് ആണോ വേണ്ടേ, ചെറിയ സ്ലൈസ് ആണോ വേണ്ടേ? മീഡിയം മതി. എടി, ഞാൻ പുറത്ത് പോയി കഴിഞ്ഞിട്ട് നീയും കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് വരണം. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്തിനാ? അതൊക്കെയുണ്ട്, നീ അങ്ങോട്ട് വന്നാൽ മതി. എന്താ രണ്ടുപേരും കൂടെ ഒരു രഹസ്യം? നിന്നെ എങ്ങനെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കാന്ന് ഡിസ്കസ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യം ഇവിടെ ഇറങ്ങുന്നത് നീ ആയിരിക്കും. 2 പേരും സംസാരം ചെയ്യാമോ? കുറച്ച് നേരിട്ട് തുടങ്ങിയതാ. ഇതിനും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ചെയ്യും. ഓക്കെ, ഞാൻ താ പോയി. ഇവിടെ എന്താ പരിപാടി? ഒരു ചെറിയ കുക്കിംഗ് പറ്റി. അതെ, കുഞ്ഞിന് വിഷമം തോന്നുന്നു. ആണോ? ഇങ്ങത്താ. എൻ്റെ മൂക്ക് വിശക്കുന്നോ? അമ്മ വിശപ്പാറ്റി തരാലോ. സോറി, ഞാൻ നിങ്ങളുടെ കാര്യം ഓർത്തില്ല. ഹലോ, ഇതെന്തല്ല ഇങ്ങനെ സ്റ്റാച്ചുവിൽ നിൽക്കുന്നേ? ശരണേച്ചി, ചേച്ചിയുടെ വാക്ക് പറഞ്ഞില്ലേ ഇങ്ങോട്ട് വരുന്ന കാര്യം? നീ ഇപ്പോഴാണ് വരുന്നേ? ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വരണോന്ന്. സോറി മാഷേ, ഇന്ന് കുറച്ച് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ ലേറ്റായി പോയേ. ഞാൻ നേരത്തെ ഇറങ്ങാൻ നോക്കിയതാ, പക്ഷേ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി പോയി. ഇനി ഞാൻ ആവർത്തിക്കൂല. ഹേ നോയൽ, താനെന്താടൊന്നും മിണ്ടായിരിക്കുന്നേ? നോയൽ മാത്രമല്ല, ഞാനും ഇവിടെയൊക്കെ ഉണ്ട്.
ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കാരണം ആ പറഞ്ഞത് എത്ര ശരിയാ. പഠിക്കുന്ന കാലത്തുള്ള സ്നേഹം ഒരു പിരിയുള്ളൂ, പിന്നീട് വഴി കണ്ട പരിചയം പോലും അവർ കാണിക്കത്തില്ല. ഏത് കാരണവരാണാവോ ആയിത്തമ്മനോട് മൊഴിഞ്ഞത്? എനിക്കതറിയില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ആയു, നിനക്ക് ഒരു മാറ്റം വന്നിട്ടില്ല. ആ പഴയ കോളേജ് മരം തന്നെ ജലസി പയ്യൻ. അത് നീ പറഞ്ഞ സത്യമാ. ഞാൻ വളർന്നു തരാതെ എന്റെ തലയ്ക്ക് ഒരു മാറ്റം വന്നിട്ടില്ല. ഓ, നീയൊക്കെ പിന്നെ മാറ്റം വന്ന് മുതുക്കായി നിൽക്കുവാണല്ലോ. നോക്കിക്കോടാ, ഒരിക്കലൊക്കെ നീ എന്റെ വില മനസ്സിലാവും. അന്ന് നിനക്കൊന്നും എന്നെ കാണാൻ പോലും പറ്റത്തില്ല. ഞാനിവിടെ നിൽക്കുന്നിടം നീയൊക്കെ ഇരുന്ന് കുത്തുന്നേ. എന്തായാലും ഞാൻ ഉടനെ തന്നെ ന്യൂയോർക്കിലേക്ക് പോവുക. പിന്നീട് ഞാൻ തിരിച്ചു വിടും വരത്തില്ല. നീ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുക്കത്തുമില്ല. നോക്കിക്കോ. അതിന് തന്നെ ആരും ന്യൂയോർക്കിലേക്ക് വിടുന്നു? നീ ഇവിടെ എങ്ങും പോകുന്നില്ല അല്ലേടാ ക്രിസ്റ്റി? അത് തന്നെ, നിന്റെ എങ്ങോട്ടും വിടുന്നില്ല. ആ ചേച്ചി വന്നോ? ആ ഇതാണല്ലോ നോയലിന്റെ വൈഫും കുഞ്ഞും. അതെ, ഇതാണ് ഞങ്ങളുടെ ഇവ ചേച്ചി. ചേച്ചി, ഇത് ഷെറിൻ ചേച്ചി, ക്രിസ്റ്റി ചായന്റെ ഗേൾ ഫ്രണ്ട്. ഹായ്. ഹായ് ഇവ. അല്ല, കുഞ്ഞിന്റെ പേരെന്താ? നോറ. ഹലോ മൈ ക്യൂട്ടി ലിറ്റിൽ ബേബി. അച്ചടാ, എന്നെ ക്യൂട്ടാ കാണാന്. ഐ ക്യാൻ ബിലീവ് ഹൗ ദിസ് പോസിബിൾ. എൻ്റെ നോയലെ നിന്നെ അങ്ങ് പറിച്ചു വെച്ചേക്കുവാന്നല്ലോടാ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതെങ്ങനെ സാധിച്ച്? അവന്റെ കൊച്ചിന് അവന്റെ ഷേപ്പല്ല നാട്ടുകാരുടെ ഷേപ്പ് ആവാൻ പറ്റുമോ? എന്നാലും ഇത്ര പെർഫെക്റ്റ് ഫീച്ചേഴ്സോ? ഇതാണ് തന്തയ്ക്ക് ഇറക്കണമെന്ന് പറയുന്നത്. അമ്മായി കുറച്ചു നേരം ഒന്ന് മിണ്ടായിരിക്കാമോ? എനിക്കൊരു നീ വന്ന് മിണ്ടോ? രണ്ടുപേരും നിർത്തുന്നുണ്ടോ? പണ്ടേ ഉള്ളത് രണ്ടുകൂടെ കണ്ണി കണ്ടക്കളെ നമ്മൾ തല്ലുകൂടത്. ഇത്രയും പ്രായമായില്ലേ, ഒന്ന് ഒതുങ്ങിക്കൂടെ? പ്രായമായ നിനക്കടാ. അത് തന്നെ, ഇവിടെ ഞങ്ങളാരും കേട്ടി കൊച്ചുങ്ങളൊന്നും ആയിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും ബാച്ചിലേഴ്സാ. ഇപ്പൊ പറഞ്ഞതേ ഞാൻ നല്ലൊരു പണി തരാം. ഇവിടെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഒന്ന് റെഡിയാക്കണ്ടേ? സമയം നോക്ക്, ഇപ്പൊ തന്നെ ഇവിടെ ലേറ്റ് ആയി. എപ്പോ ഉണ്ടാക്കിയാലും എപ്പോ കൊണ്ട് തീർക്കാനാ? വായിച്ചായ നമുക്ക് തുടങ്ങാം. എനിക്ക് ഇപ്പൊ തന്നെ വിശന്നിട്ട് വയ്യ. സാർ, കുഞ്ഞിനെന്ന് പിടിക്കാമോ? നമുക്ക് പോകാം. ഞാൻ എന്റെ സ്പെഷ്യൽ സൂപ്പ് ഉണ്ടാക്കാം. ഓക്കെ, ഞാനെന്നാ പോയി ചിക്കൻ ക്ലീൻ ആക്കിയിട്ട് വരാമേ. ആടാ, ഞാനെന്നാ ഇവിടെ പോയി ഗ്രില്ല് ചെയ്യാനുള്ള സാധനം സെറ്റാക്കാം. എന്താ ഞാൻ വന്ന് പഠിപ്പിച്ചിട്ട് ഞങ്ങൾ പഠിക്കാത്തെ? നിന്നെ പഠിക്കണ നീ ആരും പ്രേതോ? കിടന്ന് ഒച്ച വെക്കാത്ത പെണ്ണെ ആരെയൊക്കെ കേൾക്കും. അല്ല, നീ എന്താ ഞാൻ ഫോൺ വിളിച്ചിട്ടെടുക്കായിരുന്നേ? ഞാൻ ബിസി ആയിരുന്നു ചായ. എനിക്ക് 10-12 അസൈൻമെന്റ് ഉണ്ടായിരുന്നു. അത് ചെയ്തു തീർക്കുന്ന തിരക്കിലായതുകൊണ്ട് എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്നോട് കുറച്ചു നേരം സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് നിന്റെ അസൈൻമെന്റ് കാണാനൊന്നും പോകത്തില്ലല്ലോ. അതൊന്നുമല്ല, നിനക്കിപ്പോ എന്റെ മടുത്തു, അതുകൊണ്ടല്ലേ നീ കൊടുക്കായിരുന്നേ. ഈ ചായ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞു പഠിക്കുന്ന സമയത്ത് അതിൽ മാത്രം ശ്രദ്ധിക്കാവൂന്ന്. എന്നിട്ടിപ്പോ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അയ്യേ, എന്റെ പെണ്ണിന്റെ സങ്കടമായോ? വേണ്ട, നിങ്ങൾ എന്നോടൊന്നും പറയണ്ട. എന്നാലും നിങ്ങളുടെ പ്രവൃത്തി സംശയിച്ചില്ലേ? എടി, ഞാൻ നിന്നെ പറ്റിക്കാൻ പറഞ്ഞതല്ലേ. വേണ്ട, നിങ്ങൾ എന്നോട് മിണ്ടണ്ട. ഞാൻ പോകുക. അങ്ങനെ അങ്ങ് പോകാതെ. എന്നെ വിട്ടെ, എനിക്ക് പോകണം. എന്റെ പെണ്ണിന്റെ മുഖത മാറ്റാൻ ഈ മാമനൊരു മുത്തുക്കൾ തരട്ടെ. ഞാൻ എന്റെ പെണ്ണിന് ഒരു ഉമ്മ തരട്ടെ. ചുമ്മാ തമാശ പറ. ആരെങ്കിലൊക്കെ വരും, എനിക്ക് പോകണം. അങ്ങനെ അങ്ങ് പോയാലങ്ങനാ? എന്റെ ഉമ്മ സ്വീകരിച്ചിട്ട് നീ പോയാ മതി. ഇതായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം? എന്നെ വിട്ടെ, എനിക്ക് പോകണം. ആരെങ്കിലും കാണുന്നുണ്ടല്ലേ? ആരും കാണത്തില്ല. ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. വേണ്ട, ആരെയൊക്കെ കാണും. നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ എന്ത് ചെയ്യായിരുന്നു? പൊടി പൊടിയോ? ഒരു പൊടി കേസിലെ കണ്ടി പോയായിരുന്നത്. അത് മാറ്റാൻ ഞാൻ ഉതുവായിരുന്നു. രണ്ടുപേരുടെ പരിഗണന നിങ്ങളോട് കിസ് ചെയ്യാൻ തോന്നുന്നല്ലോ. കിസ്സോ? ഒന്ന് പോയേ ചായ. ചേട്ടാ വന്നോന്നിപ്പോ കുറച്ച് ചിന്തകൾ കൂടുന്നുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നീ അത് ജോലി ചെയ്യൂലായിരുന്നോ? പിന്നെ നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ? അത് ഞാനോ? അത് ആയിച്ചൻ പറഞ്ഞില്ലേ കിച്ചൺ വെച്ച് എന്നോട് എന്തോ പറയണോന്ന്. എന്ത്? മറ്റേ കാര്യം. മറ്റേ കാര്യോ? അതേത് കാര്യമാടാ? നിനക്ക് അവളോട് മാത്രം പറയാനുള്ളത്? അത് ആ കാര്യം. അതേത് കാര്യമാണെന്നാ ചോദിച്ചത്? എടാ, ഞാൻ അവിടെ പറഞ്ഞതേ കുറച്ച് ചിക്കൻ ക്രിസ്റ്റി അത് മാറ്റണമെന്നായിരുന്നു. അതാ ഞാൻ അവിടെ പറഞ്ഞേ. അതെന്തിനാ?
എനിക്ക് എനിക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാൻ. ഓ അതായിരുന്നു. അല്ല, നീ എന്തിനാ നോറയും കൊണ്ട് തണുപ്പ് തിറങ്ങാതെ അവിടെ അകത്താണ് ഇരുന്നാ പോരായിരുന്നു? ഞാൻ നിന്റെ അടുത്തേക്ക് വന്നതാ. എന്നാ നീ ഇവിടെ ഇരിക്കുക, ഞാൻ സ്റ്റോറിൽ പോയി ഗ്രില്ല് എടുത്തിട്ട് വരാം. വാവ്, നല്ല അടിപൊളി ഗ്രിൽഡ് ചിക്കൻ. ആരാ ഉണ്ടാക്കിയേ? ഞാൻ. അതുകൊണ്ട് ഇത്ര ടേസ്റ്റ്. എന്തോ എങ്ങനെ നമ്മളെല്ലാരും കൂടി ചെയ്തട്ടാ. ഇവ താനെന്തൊന്നും പറയാതെ, ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല, എനിക്കിഷ്ടായി. എന്റെ നോയലെ, ഇതാടാ പറയുന്ന ദൈവം ഉണ്ടെന്ന്. ഇവ നീ കേക്കണം, ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന ടൈം ഇവൻ എന്തോരം ലവ് ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ടെന്ന് അറിയോ നിനക്ക്? അതെ ഇവ, ഞങ്ങളുടെ ബാച്ച് മുതൽ സീനിയർ ബാച്ച്, ജൂനിയർ ബാച്ച്, അങ്ങനെ എവിടുന്നെല്ലാം ഇവന് ലെറ്റർ കിട്ടിയിട്ടുണ്ടെന്ന് അറിയോ? ബട്ട് ഇവൻ ഒരെണ്ണം പോലും മറുപടി കൊടുത്തിട്ടില്ല. അതെന്താ? അവൻ ഇൻഡസ്ട്രിയിലായിരുന്നു. അങ്ങനെയല്ല, ഇവന് വുമൺസിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതുമല്ല, ഫാമിലി, ലവ്, കിഡ്സ്, അങ്ങനെ ഒരു ഇമോഷൻസിനോടും അവൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അവന് ഒറ്റയ്ക്ക് ജീവിച്ച് അവൻ്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. ബട്ട് ദൈവം അങ്ങനെയൊന്നും ചെയ്തില്ല. ബട്ട് ഗോഡ്, ഹീസ് ദ മാസ്റ്റർ പ്ലെയർ ഓഫ് ദിസ് വേൾഡ്. അവൻ എഴുതിയിട്ടുണ്ട് നമ്മുടെ ജനനം മുതൽ മരണം വരെ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന്. അതുപോലെയല്ല നമ്മൾ നടക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ എന്തൊക്കെ തീരുമാനിച്ചതും ദൈവം എന്തെഴുതി വെച്ചിട്ടുണ്ടോ അതേപോലെ നടക്കത്തുള്ളൂ. അങ്ങനെ ഒരു പെണ്ണ് വേണ്ടെന്നും പറഞ്ഞ് തപസ്സിരുന്ന ഋഷിശൃംഗൻ്റെ അടുത്തേക്കാണ് ഒരു വൈശാലിയെ പോലെ നീ കടന്നു വന്നത്. ഇപ്പതാ അവനൊരു കുഞ്ഞിനെയും കൊടുത്തു. നീ എന്തായാലും വേണ്ടത്? ചേച്ചി, ഞാനത് ഞാൻ നിന്നെ കുറ്റം പറഞ്ഞതല്ലേ വാ. താൻ ചെയ്തതാ ശരി. അവൻ സിംഗിളായി മുമ്പോട്ട് പോകുകയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ലായിരുന്നു. ബട്ട് വി ആർ ഹാപ്പി ബിക്കോസ് യു ഹാവ് ഹോൺ ഫാമിലി. അതാണ് ഞങ്ങളും ആഗ്രഹിച്ചത്. താങ്ക് യു ഇവ, താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ നോയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിൽ. അതെ, സംസാരിക്കുന്നതിലൊന്നും കഴിക്കാവോ? നേരെ സഹായിക്കാൻ തുടങ്ങിയിട്ട്. അതിന് നീയല്ലല്ലോ സംസാരിക്കുന്നേ, ഞങ്ങളല്ലേ സംസാരിക്കുന്നത്. നിനക്ക് വേണമെങ്കിൽ നീ കഴിച്ചിട്ട് പോ. ഓ, നിങ്ങൾ എന്താന്ന് വെച്ചാ കാണിക്കേ, ഞാൻ പോകുന്നു. എടാ നോയല്ലേ, ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോ. വേണ്ട, ഞാനകത്തെല്ലാം പോയി കഴിച്ചോളാം. ചേച്ചി അങ്ങനൊന്നും പറയണ്ടായിരുന്നു. സാറിന് ദേഷ്യമായിട്ടുണ്ട്, അതാ പോയത്. താനൊന്നും കാര്യമാക്കണ്ട. അവൻ പണ്ടേ ഇങ്ങനെ. അവനെ ദേഷ്യം വരുമ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കിട്ടും. കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം മാറുകയും ചെയ്യും. താൻ കഴിക്കാൻ നോക്ക്. അപ്പോൾ ഗൈസ്, ഞാൻ പോവുകയാണ്. താങ്ക് യു സോ മച്ച് ഇന്നത്തെ ബ്യൂട്ടിഫുൾ ഫുഡിന്. നോറ, ഞാൻ പോവാ കേട്ടോ. ആൻറ്റി പിന്നെ വരാമേ. ഇവ, നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ഓക്കെ ബൈ. ശരി ചേച്ചി. നോവല് ദേഷ്യത്തിലായിരിക്കും. അവനോട് പറഞ്ഞേക്ക് ഞാൻ പോയെന്ന്. കെസി, ഞാൻ പോവാണേ. ആയു, ഓക്കെ ബൈ, ടാറ്റാ. ക്രിസ്റ്റി, ഫോൺ വിളിക്കാട്ടോ. ഓക്കെ ബൈ. ഷെറിനെ, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യണം അവിടെ? വേണ്ട, ഞാൻ കാറും കൊണ്ടാണ് വന്നത്. ക്രിസ്റ്റി, ശരി എന്നാ ഞാൻ പോവാം. ചെന്നിട്ട് വിളിക്കണം എന്നെ. ഞാൻ വിളിച്ചേക്കാം. ശരി എന്നാ. സമയം ഒരു ലേറ്റ് ആവും. ഓക്കെ ബൈ, ഞാൻ പോവാം. ഉമ്മ. ഓ, വന്നു മഹാറാണി. എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ എങ്ങനെ പറയണോടി? നിനക്കിപ്പോ സമാധാനമായില്ലേ എല്ലാരും മുമ്പ് വിഷയം നടക്കരുതിട്ട്? സാർ, ഞാൻ സാറിനെ കുറിച്ച് തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. വേണ്ട, എനിക്ക് നിന്റെ ഒരു ന്യായങ്ങളും കേൾക്കണ്ട. ഐ ഹേറ്റ് യു. ഐ ഹേറ്റ് യു. എനിക്ക് നിന്നെ കാണുന്നതോറും എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പോയി എന്റെ മുമ്പിൽ നിന്ന്. അതായിരിക്കും നിനക്ക് നല്ലത്. സാർ, ഞാൻ നിന്നോടല്ലേ പറഞ്ഞ പോകാൻ? അല്ലേ വേണ്ട, ഞാൻ തന്നെ പോയേക്കാം. സോറി സാർ, ഞാൻ കാരണം ഇത്രത്തോളം വേദനിക്കണമെന്നത് എനിക്ക് അറിയില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കും സാർ. എന്താ സാർ? അത് ഞാനാ. ആരുടെ ചോദിച്ചാൽ നീ? അത് സാർ, ഞാൻ I told you before, don't interfere in my matter. എന്നോട് ഞാൻ എങ്ങനെ ശരിപ്പെടുത്താൻ ഓരോന്ന് ചെയ്തേ? എന്തിനാ? സാർ, അത് ഞാൻ ക്ലീൻ ആക്കിയതാ. നിന്നോട് ഞാൻ പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. മര്യാദക്ക് ഫയൽ തന്നോ, ഇല്ലെങ്കിൽ നോയിലെ നീ കാണും. ഞാൻ നോക്കി തരാം. ഇനി മേലെ എന്റെ പെർമിഷൻ ഇല്ലാതെ ഈ റൂമിൽ ഒരു സാധനം തൊട്ട് വയ്ക്കരുത്. തൊട്ടുവെന്ന് ഞാൻ അറിഞ്ഞ ഒന്ന് ഞാൻ കാണിച്ചു തരാം. നീ ഒന്ന് പുറത്തു പോകുന്നുണ്ടോ? ഉണ്ട്. എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു.
ഇന്നാ ഇത് കൈവച്ച് എൻ്റെ കാർഡാ. എന്തിനേട്ടാ? ഇയാൾക്ക് ഷോപ്പ് ചെയ്യണ്ടേ? സോ വേണ്ടതൊക്കെ എടുത്തിട്ട് എൻ്റെ ഈ കാർഡ് കൊടുത്താൽ മതി. അയ്യോ വേണ്ട, എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട്, അത് ഞാൻ എടുത്തോളാം. അയ്യോ നമുക്കിറങ്ങാം. ഇവാ ഈ കാർഡ് പിടിക്ക്. കാർഡോ? എന്തിന്? അതോ, അവൾ ഇന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഷോപ്പിൽ പോകുന്നുണ്ട്. അപ്പോൾ പേ ചെയ്യാൻ എൻ്റെ കാർഡ് എടുത്തോളാൻ പറഞ്ഞതാ. അത് വേണ്ട. നിനക്കെന്താടാ? നീ ഇവിടെ കാര്യം ശ്രദ്ധിക്കാറില്ല, ഞങ്ങളെങ്കിലും അറിഞ്ഞുകൊണ്ട് ചെയ്തോട്ടെ. നോ, നീ കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. എന്റെ വൈഫല്ലേ, നിന്റെ അല്ലല്ലോ. ആൾക്ക് വേണ്ട ക്യാഷേ എനിക്ക് കൊടുക്കാൻ അറിയാം. ഇവാ കാർഡ് ഇട്ടിട്ടുണ്ട്. നിനക്ക് വേണ്ട എത്രയാന്ന് വെച്ചാൽ ഞാൻ നിർത്തണം. അയ്യോ വാ നമുക്ക് പോകാം. അവൻ്റെ വല്ല ഹസ്ബൻഡ് അത് തുടങ്ങി. ഇവാ നീ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി കേട്ടോ, ഞങ്ങളുടെ ചക്കനെ വളച്ചെടുത്തോണം. ഓ ടൈം പോയി. ഇവാ ഞാൻ ഇറങ്ങുവാണേ. ബൈ ബൈ, ടേക്ക് കെയർ. ബൈ. എന്റെ വാവേ, ശരിക്കും നിന്റെ പപ്പയ്ക്ക് എന്നുള്ള ദേഷ്യം മാറിയോ? മുംബൈയിലുള്ള പെരുമാറ്റം കണ്ടിട്ട് അങ്ങനെയൊക്കെയാ തോന്നുന്നേ. ആണോ? ആണോടാ? നിന്റെ ഡാഡി മമ്മിനെ അംഗീകരിക്കാൻ തുടങ്ങിയോ? ചേടാ അച്ചിരിക്കുന്ന ചിരി കണ്ടില്ലേ? പപ്പയുടെ മോള് തന്നെ. വാ നമുക്ക് അകത്ത് പോകാം, നമുക്ക് റെഡി ആണ്ടേ പോകാന്. Hey, Joseph. Hey Frank, long time no see. നീ എവിടെയായിരുന്നു ഇത്രയും നാളും? ഓ ഒന്നും പറയണ്ടടാ, ബിസിനസ് തിരക്കിട്ട് ലണ്ടനിലായിരുന്നു. ഈ ഇടയ്ക്കാ വന്നേ. പിന്നെ നിന്റെ മോൻ എവിടെ? ഞാൻ അതിനെ കുറിച്ചുള്ള കാര്യം ന്യൂസിൽ അറിയുന്നുണ്ടായിരുന്നു. ഓ അതെയോ, കേട്ടതിൽ വളരെ സന്തോഷം. എടാ ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് തോന്നല്ലേ? എനിക്കൊരു സംശയമാണ്, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ളതാണ്. അതെ, നിന്റെ മോനും ആക്ടറില്ലേ കെയ്ലിൻ മൺറോ, അപ്പോഴും നമ്മുടെ ഇഷ്ടത്തിലാണോ? ഏയ് നോ നോ, ദാറ്റ്സ് നോട്ട് ട്രൂ. അതെല്ലാം ഫോൾസ് ന്യൂസ് ആണ്. അവരെ ചാനൽ റേറ്റ് ഉണ്ടാക്കാണ്ടി അവർ തന്നെ ഉണ്ടാക്കിയ കുറെ കഥകൾ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇതാ ന്യൂസ് അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്ന്. അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ ന്യൂസിന് റേറ്റ് കിട്ടാൻ വേണ്ടി. അതിവിടെ നിന്റെ മോനാണെങ്കിൽ അവൻ ഏറ്റെടുക്കും. പിന്നെ അവൻ ഇച്ചിരി ഫേമസും കൂടെ ആയതുകൊണ്ടേ, എല്ലാം നല്ല ഫേമസും കൂടെ ആയതും കണ്ട് പിന്നെ പറയണ്ടല്ലോ. പിന്നെ വേറെ എന്താ വിശേഷമുള്ളത്? നീ വന്നോ? ആ മോനെ, ഇതാണ് ജോസഫ്. ഞാൻ എപ്പോഴും പറയല്ലേ, പിന്നെ നിനക്കറിയാലോ നോളിന്റെ പപ്പയാണ്. ജോസഫ്, ഇതെന്റെ ഇളയ മകൾ ഫ്ലോറ. ഓ റിയലി? ഹായ് മോളെ. ഹായ് അങ്കിൾ. മോൾ എന്ത് ചെയ്യുന്നു? ഡോക്ടർ അങ്കിൾ. അതേടാ, എന്റെ മോള് ഡോക്ടറാണ്. വെറും ഡോക്ടറല്ല, ന്യൂറോളജിസ്റ്റാ. എഫ് ആർ ഹോസ്പിറ്റലില്ലേ, അവിടെ വർക്ക് ചെയ്യുന്നത്. അതവളുടെ സ്വന്തം ഹോസ്പിറ്റലാണ്, ഞങ്ങൾ അവൾക്ക് വേണ്ടി ഇട്ടുകൊടുത്തതാ. പിന്നെ അവളാണ് അവിടുത്തെ ബിഗ്ഗസ്റ്റ് ഡോക്ടറും. ആഹാ, അത് കൊള്ളാലോ. വീട്ടിലൊരു ഡോക്ടർ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. അതാകുമ്പോ എന്തെങ്കിലും അസുഖം വന്നാൽ നമുക്ക് അവരെ തന്നെ കാണിച്ചാൽ മതിയല്ലോ, വെറുതെ ഹോസ്പിറ്റലിലോട്ട് ഉണ്ടല്ലോ. ആ എന്തായാലും കൊള്ളാം മോളെ. താങ്ക് യു അങ്കിൾ. നോൾ വന്നില്ലേ? ഇല്ല മോളെ, അവൻ വന്നില്ല. അവൻ ഓഫീസിൽ കുറച്ച് വർക്കുണ്ട്. എടാ ജോസഫ്, എൻ്റെ മോൾക്കൊരാഗ്രഹം. എൻ്റെ മോളെ മാത്രമല്ല ഞങ്ങളുടെ കൂടെ ആഗ്രഹമാണ്. എന്താടാ? എടാ അത് അവൾക്ക് നിന്റെ മോനെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. നീ ഇന്ന് ആലോചിച്ചിട്ട് പറയാമോ? ഞാൻ ആലോചിച്ചപ്പോൾ ഒരു നല്ല കാര്യമാണ്. അതാകുമ്പോൾ നമുക്ക് ഒന്നിക്കാനും പറ്റും, നമ്മുടെ ബിസിനസ് തമ്മിൽ കൊളാബറേറ്റ് ആക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ. നീ നല്ല എനിക്കാണെങ്കിൽ നിന്റെ മോനെ ഒരുപാട് ഇഷ്ടമാണ്. അവൻ നല്ലൊരു മെച്ചുവേർഡാണ്. എല്ലാം കൊണ്ടും ആരായാലും ആഗ്രഹിച്ചു പോകുന്നൊരു കുട്ടിയാണ് അവൻ. സോ നീ ഒന്ന് ആലോചിച്ചെന്ന് പറയാമോ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ? പപ്പ നീ സത്യമാണ് അങ്കിൾ. എനിക്ക് നോളിനെ ഒരുപാട് ഇഷ്ടമാണ്. അവരെ മാരേജ് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. അങ്കിൾ ഒന്ന് സംസാരിക്കാവോ പ്ലീസ്? മോളെ, അത് എനിക്ക് ഇവിടെ എന്താ പറയണ്ടെന്ന് അറിയില്ല. അങ്കിൾ പ്ലീസ്, സമ്മതമാണെന്ന് മാത്രം പറയരുത്. ഞാൻ സമ്മതിച്ചാലും അവൻ സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല മോളെ. ഞങ്ങൾ 2-3 വർഷമായി അവരുടെ മാരേജിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഞാനല്ലാതെ ഒരു റിയാക്ഷൻ അവൻ്റെ കിട്ടിയിട്ടില്ല. ഇറ്റ്സ് ഓക്കെ അങ്കിൾ, ഞാൻ നോളിന് വേണ്ട എല്ലാം സെറ്റാക്കിക്കോളാം. അങ്കിൾ അതോർത്ത് പേടിക്കണ്ട. അതേടാ, ഇത് സെറ്റാവണേ, നമ്മളുടെ റിലേറ്റീവ്സ് അല്ലേ? ഓർമ്മയുണ്ട്, ഒരു അർജന്റ് കോളാം. എടാ ഞാനിന്ന് ഇറങ്ങുക, എനിക്ക് അർജന്റായിട്ട് ഓഫീസ് കഴിഞ്ഞ് പോകണം.
നമുക്കെന്നാ വ്യക്തം കാണാം. ഓക്കേടാ, ബൈ. ഓക്കേടാ, നമുക്ക് പിന്നെ കാണാം. മോളെ, എന്താ നിന്റെ പ്ലാൻ? ഇതുവരെ ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഞാനും നോവലും നേരിട്ട് കാണട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. മോളെ, എങ്ങനെയും നീ അവനെ സ്വന്തമാക്കണം. അറിയാലോ, അവനും എൻ്റെ തന്ത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് കോടികളാ. നോവലിൻ്റെ വരുവാനാണെങ്കിൽ പിന്നെ സ്വത്തുക്കളെല്ലാം നമ്മുടേതാ. അവനെപ്പോലെ ഒരാളാണ് നമുക്ക് വേണ്ടത്. പപ്പ ഉറപ്പിച്ചോ, നോവല് പപ്പയുടെ മരുമൻ തന്നെ. ഞാൻ അവനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കും. നീയാണ് എൻ്റെ മുത്ത്. ഇവിടെ നിന്നാ മതിയോ? നമ്മൾ പോകണ്ടേ? യെസ് പപ്പ, നമുക്ക് പോകാം. ഇതൊക്കെ മതിയാകുമല്ലേ വാവേ? ഇതൊക്കെ മതി. നമുക്കിനി പോയി ദിവസങ്ങളിനെ വിളിക്കാം. ഇതാര്? ഇവൻ വേണമോ? നിങ്ങളോ? അതേലോ, ഞാൻ തന്നെ.